കോതമംഗലം കീരമ്പാറ പഞ്ചായത്തിലെ ജനവാസ മേഖലയായ പുന്നേക്കാടും പരിസര പ്രദേശങ്ങളിലും കാട്ടാന ഇറങ്ങി കാർഷിക വിളകൾക്കും നാശനഷ്ടം വരുത്തി. ആനകളെ കളപ്പാറ ഭാഗത്തേക്ക് തുരത്തി. ഇന്നു പുലർച്ചെ 4 മണിയോടെയാണ് 100ഓളം കുടുംബങ്ങൾ താമസിക്കുന്ന 2ാം വാർഡായ കൃഷ്ണപുരം കോളനി ഭാഗത്ത് കാട്ടാന എത്തിയത്. കൃഷികൾക്കും വളർത്തുമൃഗങ്ങളുടെ കൂടിനും നാശം വരുത്തിയ കാട്ടാന അരമണിക്കൂറോളം തമ്പടിച്ച ശേഷമാണ് കാട്ടിലേക്ക് മടങ്ങിയത്. കൃഷ്ണപുരം കമ്മ്യൂണിറ്റി ഹാളിന് സമീപം കാട്ടാന വന്നതിന്റെ CCTV ദൃശ്യം സമീപത്തെ വീട്ടിൽ നിന്നും ലഭിച്ചിട്ടുണ്ട്. തുടർന്ന് പുന്നേക്കാട് ഫോറസ്റ്റ് സ്റ്റേഷന് സമീപം തമ്പടിച്ച 4 ആനകളെ കളപ്പാറ ഭാഗത്തേക്ക് തുരത്തി. കൃഷ്ണപുരം മേഖലയിലിറങ്ങിയ ആനയുടെ CCTV ദൃശ്യവും ലഭിച്ചു. സംഭവത്തെ തുടർന്ന് വൻ ജനാവലിയാണ് സ്ഥലത്ത് പ്രതിഷേധവുമായി തടിച്ചുകൂടിയത്. തുടർന്ന് പ്രദേശവാസികളുടെ നേതൃത്വത്തിൽ ഫോറസ്റ്റ് സ്റ്റേഷനിലേക്ക് മാർച്ചും ധർണയും നടത്തി. പഞ്ചായത്ത് നിവാസികൾ മണിനിരക്കുന്ന ജനകീയ പ്രതിഷേധ മാർച്ചാണ് ഈ വാഹനത്തിന്റെ തൊട്ടു പിന്നാലെ കടന്നു വരുന്നത്. ജനങ്ങളുടെ ജീവനും സ്വത്തിനും മതിയായ സംരക്ഷണം ഏർപ്പെടുത്തണമെന്ന് ആവശ്യപ്പെട്ടു. കീരമ്പാറ ഗ്രാമപഞ്ചായത്തിൽ കഴിഞ്ഞ കുറെ നാളുകളായിട്ട് ആനശല്യം അതിരൂക്ഷമായിട്ട് തന്നെ മുന്നോട്ടേക്ക് പോവുകയാണ്. ഇപ്പൊ ആനകൾ വന്ന് നമുക്കറിയാം ജനവാസ മേഖല, ഇപ്പൊ 2ാം വാർഡ്, ഈ 2ാം വാർഡിൽ അതായത് നിരവധി ആളുകൾ വാസിക്കുന്ന മേഖലയിലേക്ക് ആന കടന്നിരിക്കുക. പക്ഷെ ഞങ്ങൾ ഇത് പലവട്ടം പറഞ്ഞ് ഞങ്ങൾ മടുത്തു. ഇത് കാരണം ഇതിനകത്ത് വനം വകുപ്പ് യാതൊരുവിധ നടപടി എടുക്കുന്നില്ല. ഇവിടെ അതിന് ഉചിതമായിട്ടുള്ള രാത്രി ആന വാച്ചേഴ്സിനെ അടക്കമുള്ള ആളുകളെ നിയമിക്കുവാൻ ഇവർ തയ്യാറാകുന്നില്ല. അതുപോലെ തന്നെ നമുക്കറിയാം കാടുവെട്ട്, നമ്മൾ വിസ്തവെട്ടിലും കാടുവെട്ടിലും ലൈറ്റ് ഇടലും ഒക്കെ പഞ്ചായത്തിന്റെ ഉത്തരവാദിത്തമായിട്ട് മാറുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. പഞ്ചായത്തിന് ഞങ്ങൾക്ക് പരിമിതമായിട്ടുള്ള പണ്ടുള്ള പഞ്ചായത്തിന് നമുക്ക് ചെയ്യാൻ സാധിക്കില്ല. പക്ഷെ ഞങ്ങൾ പറയുന്നത് ഇതിന് ഒരു ശാശ്വത പരിഹാരം നമ്മൾ വനംവകുപ്പ് അടിയന്തരമായിട്ട് കണ്ടെത്തണം. ഏറ്റവും പ്രധാനപ്പെട്ട നമ്മൾ ഉദ്ദേശിക്കുന്നു പറഞ്ഞിട്ടുണ്ടെങ്കിൽ പുഴ സൈഡിൽ ട്രെഞ്ച് താത്തുക എന്ന് മാത്രം. ഫെൻസിംഗ് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ 4 ദിവസം കഴിയുമ്പോൾ ഫെൻസിംഗ് എല്ലാം ആന വലിച്ചു പറിച്ച് പള്ളക്കളിയാണ്. അതുപോലെ ട്രെഞ്ച് താത്തി ഇതിനൊരു ശാശ്വത പരിഹാരം കണ്ടില്ലെങ്കിൽ ഈ കീരമ്പാറ പഞ്ചായത്ത് നിവാസികൾ ഞങ്ങൾ ശക്തമായ സമരമായിട്ട് മുന്നോട്ടേക്ക് പോകും. കാരണം പറഞ്ഞാൽ ഇത് ഞങ്ങൾ മടുത്തു, ജനങ്ങളും മടുത്തു. വിദേശ രാജ്യങ്ങളുള്ളതുപോലെ ഈ മൃഗങ്ങളുടെയൊക്കെ എണ്ണം കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ സർക്കാർ സ്വീകരിക്കണം. എൻലൈറ്റ് ന്യൂസ്, കോതമംഗലം.